ദൈവകരുണയുടെ പ്രവാചകിയായ വിശുദ്ധ പൗസ്റ്റീനായുടെ ജീവചരിത്രം. ദൈവകരുണയുടെ സന്ദേശം ലോകത്തെ അറിയിച്ച വിശുദ്ധയാണ് വിശുദ്ധ പൗസ്റ്റീന. 1905 ഓഗസ്റ്റ് 25 ഗ്ലോഗോവൈസ് എന്ന ചെറിയ ഗ്രാമത്തിലാണ് വിശുദ്ധ പൗസ്റ്റീന ജനിച്ചത്. അവളുടെ യഥാർത്ഥ പേര് ഹെലേന കൊവാൽസ്കി എന്നായിരുന്നു. അവളുടെ അച്ഛൻ സ്റ്റാനിസ്ലോ കൊവാൽസ്കി ഒരു സാധാരണ കർഷകനായിരുന്നു. അമ്മ മരിയന്ന കൊവാൽസ്കി വലിയ ദൈവഭക്തിയായിരുന്നു. കുടുംബം ദാരിദ്ര്യത്തിലായിരുന്നെങ്കിലും പ്രാർത്ഥനയും വിശ്വാസവും നിറഞ്ഞ ഒരു വീടായിരുന്നു അവളുടെ കുടുംബം. ചെറുപ്പം മുതൽ തന്നെ ഫൗസ്റ്റീനയ്ക്ക് ആഴമായ ദൈവഭക്തി ഉണ്ടായിരുന്നു. പള്ളിയിൽ പോവാനും പ്രാർത്ഥിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൾക്ക് യേശുവിൻ്റെ ഒരു വിളി ബോധ്യമായി. നിന്റെ ജീവിതം എനിക്കായി സമർപ്പിക്കൂ എന്നൊരു ആന്തരിക ആഹ്വാനം. അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒടുവിൽ കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന സന്യാസിനി സമൂഹത്തിൽ ചേർന്നു. അവിടെ അവൾ സിസ്റ്റർ ഫൗസ്റ്റീന എന്ന് പേര് സ്വീകരിച്ചു. അവളുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. അടുക്കളപ്പണി, വൃത്തിയാക്കൽ, തോട്ടപ്പണി. പക്ഷേ അവൾ ചെയ്തതെല്ലാം ദൈവസ്നേഹത്തോടെ ആയിരുന്നു. സന്യാസ ജീവിതത്തിൽ പലതവണ യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു അവളോട് പറഞ്ഞു, ലോകത്തിന് എൻ്റെ കരുണ അറിയിക്കണം. ഇതാണ് ദൈവകരുണയുടെ സന്ദേശം. ഈശോ ഫൗസ്റ്റീനയെ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു. ദൈവകരുണയുടെ ചിത്രം വരയ്ക്കാൻ നിർദ്ദേശം നൽകി. ഫൗസ്റ്റീനയുടെ ഡയറി ലോകത്തെ തന്നെ മാറ്റിയ ഒരു പുസ്തകമാണ്. അവളുടെ ആത്മീയ അനുഭവങ്ങൾ എല്ലാം അവൾ ഡയറിയിൽ എഴുതി. ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ. ഈ പുസ്തകം ലോകമെമ്പാടും ഇന്നും ധാരാളം പേർ വായിക്കുന്നു. അത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ അനന്തമാണ് എന്നതാണ്. അവളുടെ ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നു. രോഗവും ദുരിതവും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു. എങ്കിലും അവൾ പറഞ്ഞു, എല്ലാം ഞാൻ യേശുവിനായി സമർപ്പിക്കുന്നു. സന്യാസമഠത്തിലെ ജീവിതം. ഫൗസ്റ്റീന മഠത്തിൽ ചേർന്നപ്പോൾ അവൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവളുടെ ദൈനംദിന ജീവിതം സാധാരണമായിരുന്നു. അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കൽ, മഠം വൃത്തിയാക്കൽ, തോട്ടത്തിൽ ജോലി ചെയ്യൽ. പക്ഷേ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അവൾ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ദൈവത്തിനുള്ള ഒരു സമർപ്പണമായിരുന്നു. മറ്റുള്ളവർക്ക് അത് സാധാരണ ജോലിയായിരുന്നെങ്കിലും ഫൗസ്റ്റീനയ്ക്ക് അതെല്ലാം പ്രാർത്ഥനയായിരുന്നു. ചിലപ്പോൾ സന്യാസമഠത്തിലെ സഹോദരിമാർ അവളെ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അവളുടെ ദൈവാനുഭവങ്ങൾ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവൾ ഒരിക്കലും പരാതിപ്പെട്ടില്ല. മൗനമായി സഹിക്കുക എന്നതാണ് അവളുടെ വഴി. സന്യാസ ജീവിതത്തിൽ യേശു അവൾക്ക് പലതവണ പ്രത്യക്ഷപ്പെട്ടു. ഒരു ദിവസം യേശു അവളോട് ഇങ്ങനെ പറഞ്ഞു, ലോകം മുഴുവൻ എൻ്റെ കരുണ അറിയാതെ നശിച്ചു പോകുന്നു. നീ എൻ്റെ കരുണയുടെ സന്ദേശം ലോകത്തെ അറിയിക്കണം. ഈ വാക്കുകൾ അവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു. യേശു അവൾക്ക് കാണിച്ച ദർശനത്തിൽ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് 2 കിരണങ്ങൾ ചുവപ്പും വെളുപ്പും പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഈ കിരണങ്ങൾ യേശുവിന് മനുഷ്യരോടുള്ള കരുണയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നതായിരുന്നു. അതിനാൽ തന്നെ യേശു പറഞ്ഞു, ഈ രൂപം വരയ്ക്കുക. അതിൻ്റെ താഴെ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് എഴുതുക. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഡിവൈൻ മേഴ്സി ചിത്രം. ഫൗസ്റ്റീനയുടെ ദൈവിക അനുഭവങ്ങൾ എളുപ്പമായിരുന്നില്ല. അവൾക്ക് പലപ്പോഴും ഭയവും സംശയവും ഉണ്ടായി.
ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നാണോ എന്ന ചോദ്യങ്ങൾ അവളെ അലട്ടിയിരുന്നു. അവളുടെ ആത്മീയ ഗുരുവായ ബ്ലെസ്ഡ് മൈക്കിൾ സ്പോക്കോ അവളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. മൈക്കിൾ സ്പോക്കോയുടെ സഹായത്തോടെ ഫൗസ്റ്റീന തന്റെ ദർശനങ്ങൾ എല്ലാം എഴുതാൻ തുടങ്ങി. ഫൗസ്റ്റീനയുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടം രോഗം ആയിരുന്നു. ഫൗസ്റ്റീനയ്ക്ക് ട്യൂബർകുലോസിസ് പിടിപെട്ടു. കഠിനമായ ശരീരവേദന, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്. അവൾ ആശുപത്രിയിലും മഠത്തിലും മാറി മാറി ചികിത്സിക്കേണ്ടി വന്നു. പക്ഷേ അവൾ രോഗത്തെ ഒരു ശിക്ഷയായി കണ്ടില്ല. ഇത് ഞാൻ യേശുവിനായി സമർപ്പിക്കുന്നു എന്ന് അവൾ പറഞ്ഞു. അവളുടെ രോഗവും വേദനയും ഒരു പ്രാർത്ഥനയായി മാറി. ഒരു പ്രാവശ്യം അവൾ പറഞ്ഞു, എൻ്റെ വേദനകൾ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ഞാൻ കാഴ്ചവെക്കുന്നു. ഇത് വളരെ ആഴമുള്ള ആത്മീയതയാണ് അവൾ നമ്മെ പഠിപ്പിക്കുന്നത്. വേദനയിലും സഹനത്തിലും കണ്ണീരിലും വിശ്വാസം വിടരുത്. ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. വേദനയിലും രോഗത്തിലും പോലും ദൈവത്തെ സ്നേഹിച്ച വിശുദ്ധ ഫൗസ്റ്റീന നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കൂ. അവൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവൾ വളരെ ബലഹീനയായി മാറി. ക്ഷയരോഗം അവളുടെ ജീവിതത്തെ ക്ഷീണിപ്പിച്ചു. അവൾ ശ്വാസം എടുക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടി. എങ്കിലും ദൈവിക കാര്യങ്ങൾ മുടക്കിയില്ല. മരണത്തിന് മുമ്പുള്ള ദിവസങ്ങൾ കൂടുതൽ മൗനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ചില സഹോദരികൾ പറഞ്ഞതനുസരിച്ച് അവളുടെ മുഖത്ത് നല്ല ശാന്തതയും സമാധാനവും കാണാമായിരുന്നു. തൻ്റെ ജീവിതം തീരാനായി എന്ന ഉൾബോധ്യം ഫൗസ്റ്റീനയ്ക്ക് ഉണ്ടായിരുന്നു. അവൾ പലവട്ടം പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണപ്രിയൻ യേശുവിനോട് ചേരാൻ പോകുന്നു. അവൾക്ക് മരണത്തെ ഭയമില്ലായിരുന്നു. അതുതന്നെ ദൈവത്തിങ്കിലേക്ക് നയിക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. 1938 ഒക്ടോബർ മാസം 5-ാം തീയതി 33-ാം വയസ്സിൽ അവൾ ശാന്തമായി കിടന്നു. വേദനയിലും പൂർണ്ണ സമാധാനത്തിലും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വേദനകളെല്ലാം സഹിച്ച് ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ശാന്തമായി കണ്ണുകൾ അടച്ചു. ഫൗസ്റ്റീന നമ്മളോട് പറയുന്നു, മരണം ഭയമല്ല, ദൈവത്തിലേക്കുള്ള വഴി മാത്രമാണ്. പിന്നീട് വിശുദ്ധ ഫൗസ്റ്റീനയുടെ വിശുദ്ധ ജീവിതം ലോകമറിഞ്ഞു. 2000-ൽ വിശുദ്ധ ജോൺ പോൾ പാപ്പ വിശുദ്ധ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അതിനോടൊപ്പം ഡിവൈൻ മേഴ്സി സൺഡേ ദൈവകരുണയുടെ ഞായറായി ലോകമെമ്പാടും ആചരിക്കാൻ തുടങ്ങി. വിശുദ്ധ ഫൗസ്റ്റീന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ കരുണയ്ക്ക് അതിരുകളില്ല. നമ്മൾ വിശ്വസിച്ചാൽ യേശു നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. വലിയ ദൈവിക ഇടപെടലുകൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കും. വിശുദ്ധ ഫൗസ്റ്റീനായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.